നമസ്കാരം. മൈക്രോ എസ് യു വി എന്ന് പറയുന്നൊരു ടാഗ് ലൈനാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിലേക്ക് പുതിയൊരു വാഹനം കൂടി വരികയാണ്. ഹ്യുണ്ടായുടെ എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ റീസെൻ്റായിട്ട് റിലീസായിട്ടുള്ള എക്സ്റ്ററിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വാഹനം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ടാറ്റയുടെ പഞ്ചുമായിട്ടാണ്. അതുമാത്രമല്ല മാരുതിയുടെ എഗ്നീസുമായിട്ടും അതുപോലെ തന്നെ നിസാൻ്റെ മാഗ്നൈറ്റ്, റെനോ കൈഗർ ഇതൊക്കെ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ നോക്കട്ടെ ഈ വാഹനത്തിൻ്റെ ഒരു എൻജിൻ സൈഡിലേക്ക് നമുക്ക് ആദ്യം വരാം. ഈ വാഹനത്തിന് 1.2 കാപ്പ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ടോർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 114 to 115, അതൊരു 4000 RPM നമുക്ക് ആ മാക്സിമം ടോർക്ക് ലഭിക്കുന്നത്. ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ഒരു 5 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഉണ്ട്. ഇനി BHPയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 83 BHP, അപ്രോക്സിമേറ്റ്ലി 83 BHP ആണ് ഈ വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ വളരെ നീറ്റായിട്ടാണ് അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത്. എഞ്ചിൻ ബേയിലെ കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കവറിങ്ങോ ക്ലാഡിങ്ങോ ഒന്നും കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല എഞ്ചിൻ കുറച്ച് റിഫൈൻഡ് ആണ്. 4 സിലിണ്ടർ എഞ്ചിനാണ്, അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ 5-ലൊക്കെ 3 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല എഞ്ചിന് നല്ല ഡാമ്പിങ് കാര്യങ്ങൾ അതൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ പോലും ഈ റിഫൈൻമെൻറ്റിൻ്റെ കേസ് കൊണ്ടായിരിക്കും അത് കൊടുക്കാത്തത്. ഇനി ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3815 മില്ലിമീറ്ററും ഹൈറ്റ് ഓൾമോസ്റ്റ് 1710 മില്ലിമീറ്ററും. അതുപോലെ തന്നെ വീൽ ബേസ് വളരെ നല്ലതായിട്ട് പഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വീൽ ബേസ് കൂടിയിട്ടുണ്ട്. 2450 മില്ലിമീറ്ററാണ് എൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബേസ് മോഡൽ മുതൽ 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹോണ്ടയുടെ എലിവേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ബേസ് മോഡലിലൊക്കെ 2 എയർ ബാഗാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാറിൽ 6 എയർ ബാഗ് ബേസ് മോഡൽ മുതൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ ആസ്പെക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രാൻഡ് ഐട്ടൺ നിയോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്ത് ഒരു SUV കൈൻഡ് ഓഫ് അപ്പിയറൻസ് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. നമുക്കതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടിയുടെ എഞ്ചിൻ ഭാഗവും മെക്കാനിക്കൽ സൈഡും കംഫർട്ടും അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസിയൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ അതിന് മൈക്രോ SUV എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, നമുക്കത് നമ്മൾ വാങ്ങിക്കുന്ന വണ്ടി നമുക്കത് പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഇതിനൊരു ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ SUV കൈൻഡ് ഓഫ് അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ആ ഒരു നട്ട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരു പാർക്കിംഗ് സെൻസറാണ്. പക്ഷേ അത് പാർക്കിംഗ് സെൻസറോ കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ സ്മോക്കി ഫീലുള്ള ഒരു ബമ്പറിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ്. ഇത് ഹാലജൻ റിഫ്ലക്ടർ ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല അതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹെഡ്ലൈറ്റിൻ്റെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു എച്ചിൻ്റെ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഒരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ് എന്നുള്ള രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H for Hyundai എന്ന അർത്ഥത്തിലായിരിക്കും അവർ കൊടുത്തത്. നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കുറച്ച് അപ്രൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ബാക്കിലേക്കുള്ളൊരു ഡിസൈൻ വന്നിട്ടുള്ളത്. കുറച്ച് ഹെഡ് റൂം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്കിഷ് തീമാണ് ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കണക്റ്റഡ് കാർ ടെക്നോളജീസ് ഉണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിന് 5 വേരിയൻ്റാണ് വരുന്നത്. SX ഓപ്ഷനിലൊക്കെ ആയിരിക്കും ഈ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. ഈ പറയുന്ന ഡാഷ് ക്യാമറ എന്ന് പറയുന്ന ഫീച്ചേഴ്സൊക്കെ SX ഓപ്ഷനിലൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിലും ഈ H എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിലെ അക്ഷരത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം ഈ ടെയിൽ ഗേറ്റിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ലൈറ്റിലൊക്കെയാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ബൂട്ട് കപ്പാസിറ്റി ഡീസൻറ്റ് ഇനഫാണ്. ഏകദേശം ഒരു 215 ലിറ്ററൊക്കെ ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി ഉണ്ട് അപ്രോക്സിമേറ്റ്ലി. ലോഡിംഗ് ലിപ്പ് കുറച്ച് കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനമാണല്ലോ. ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് 1.2 മാനുവൽ ട്രാൻസ്മിഷന് 6 ലക്ഷം രൂപയാണ് അതിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറഞ്ഞത്. 5,99,999 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിന് 6 ലക്ഷം തന്നെ നമ്മൾ കാണുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല ഈ വാഹനത്തിന് ഒരു CNG ഒരു ബൈഫ്യൂൽ വേർഷനും കൂടി ഉണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ വാഹനത്തിന് വരുന്നുണ്ട്. ബാക്ക് സീറ്റിൽ നമുക്ക് അത്ര വലിയൊരു തൈ സപ്പോർട്ട് ഉണ്ടെങ്കിലും നീ റൂം കുറച്ച് കുറവായിട്ട് തോന്നുന്നു. അതുമാത്രമല്ല ഇനി ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ടിൽട്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, എന്നാൽ ടെലിസ്കോപ്പിക് അല്ല. അതുമാത്രമല്ല സ്റ്റിയറിംഗിലെല്ലാം ഓഡിയോ മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഉണ്ട്.
മാത്രമല്ല ഓട്ടോ ഡിമ്മിങ് IR ഉണ്ട്. എന്നാൽ ഈ SX ഓപ്ഷനിലൊക്കെ അതൊന്നും മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ പ്രൈസിങ് പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 83 PS പവറും അല്ലെങ്കിൽ 83 BHP പവറും 114 Nm ടോർക്കും ഈ വാഹനത്തിന് സഫീഷ്യൻ്റ് ആയിരിക്കും. അതൊരു വിശ്വാസമുണ്ട് എനിക്ക്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിരിക്കും ഹ്യൂണ്ടായുടെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ജസ്റ്റ് ഈ വാഹനം ഒന്ന് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രാൻഡ് ഐ10 നിയോസ് എന്ന് പറഞ്ഞ വാഹനം തന്നെയാണ്. പക്ഷേ പഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മച്ച് ബെറ്റർ ദാൻ പഞ്ച്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പഞ്ചുമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മെക്കാനിക്കൽ വൈസ് ഈ വാഹനം ബെറ്ററാണ്. അതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ക്ലെയിം ചെയ്യാൻ പോകുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കിലോമീറ്റർ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രാക്ടിക്കലി ഒരു 18 17 നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇനി ടയറിൻ്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഡയമണ്ട് കട്ടായിട്ടുള്ള അലോയ് വീൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്പെയർ വീൽ കൊടുത്തിട്ടുള്ളത് ഒരു സൈസ് 1 ഇഞ്ച് കുറവാണ്. അതായത് 14 ഇഞ്ചാണ് സ്പെയർ വീൽ കൊടുത്തിട്ടുള്ളത്. അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സ്പെയർ വീലും ആ ഒരു കറക്റ്റ് സൈസ് തന്നെ കൊടുക്കുന്നതായിരിക്കും. നിയോസിലും ഓറയിലൊക്കെ കൊടുത്തിട്ടുള്ള ആ സെയിം ടയർ തന്നെയാണ്, ആ സൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 175/65 R15 എന്ന് പറയുന്ന ഒരു ടയർ സൈസാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ സ്പെയർ വീലിലേക്ക് വന്നപ്പോഴത്തേക്കും അത് 1 ഇഞ്ച് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബ്രേക്കിംഗ് എടുത്തു പറയേണ്ട കാര്യമാണ്. ഫ്രണ്ടിൽ മാത്രമാണ് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്, ബാക്കിൽ ഡ്രം ബ്രേക്കാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണല്ലോ, ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങൾക്ക് ഇത്തരത്തിലൊക്കെ വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓവറോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറും എഞ്ചിൻ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2007 മുതൽ 2012 വരെയൊക്കെ ഉണ്ടായിരുന്ന ഹ്യുണ്ടായുടെ സാൻഡ്രോ എന്ന് പറയുന്ന മോഡലുണ്ടല്ലോ, GLS, അങ്ങനെയുള്ള മോഡലിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് പോലെ എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമസ്കാരം.